ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഖത്തർ ദേശീയ ടീമിൽ അങ്ങനെ ഒരു മലയാളി താരം കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ന്യൂസ്. മുഹമ്മദ് തഹസിൻ എന്ന് പറഞ്ഞുള്ള കണ്ണൂർ സ്വദേശിയാണ് ഖത്തർ ദേശീയ ടീമിൽ ഇടം നേടിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ താരത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു മാസം മുമ്പൊക്കെയായിട്ട് തന്നെ ഇവിടെ കുറേ ചർച്ച ആയിട്ടുണ്ടായിരുന്നു. താരം ഖത്തർ സ്റ്റാർസ് ലീഗിൽ അൽ ദുഹൈൽ എഫ് വേണ്ടിയാണ് അവിടെ പന്ത് തട്ടുന്നത്. ഫിലിപ്പ് കുട്ടീനിയൊക്കെ കളിക്കുന്ന ക്ലബ്ബാണ്. അപ്പോൾ അവിടെ 4ഓളം മത്സരങ്ങളിൽ ലാസ്റ്റ് ടൈമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താരം അവിടെ ഡെബ്യൂ നടത്തിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ താരത്തിൻ്റെ പേരൊക്കെ ചർച്ചയായിരുന്നു. ഇന്ത്യൻ ടീമിൽ കോളപ്പ് കൊടുക്കാം എന്ന രീതിയിലൊക്കെ ഈ 17 വയസ്സുകാരന് അങ്ങനെ ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നതാണ്. ലെഫ്റ്റ് വിങ്ങറാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ പൗരനാണ്, അതുപോലെ ഖത്തർ ഇതുണ്ട്, സിറ്റിസൺഷിപ്പും രണ്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് സിമ്പിളായിട്ട് തന്നെ കോളപ്പൊക്കെ ചെയ്ത് കളിപ്പിക്കായിരുന്നു. അവിടെ ഖത്തറിന് വേണ്ടി അണ്ടർ 70 അതുപോലെ തന്നെ അണ്ടർ 90 ടീമുകൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തുനിന്നാണ് അവിടുത്തെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ ഖത്തർ ടീം ഇപ്പോൾ താരത്തെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെ ആയിരിക്കും ഈ താരം കളിക്കാൻ ഇറങ്ങാൻ പോവുക. അപ്പോൾ ഈ വരുന്ന വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മത്സരം ജൂണിൽ നടക്കാൻ പോകുന്നത് ജൂൺ 5 അതുപോലെ 11-ാം തീയതിയാണ് ഇന്ത്യക്കെതിരെ ഖത്തറിൻ്റെ മത്സരം. അപ്പോൾ ആ ഒരു സ്ക്വാഡിലേക്കാണ് 29 അംഗ സ്ക്വാഡിലേക്കാണ് ഇപ്പോൾ മുഹമ്മദ് തഹസിൻ എന്ന ഈ മലയാളി താരത്തെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മലയാളി താരം മറ്റൊരു രാജ്യത്തിന് വേണ്ടി പന്ത് തട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യക്കൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ കോളപ്പ് ചെയ്യുകയാണെങ്കിൽ വിചാരിച്ചാൽ നടക്കാവുന്നൊരു സംഗതിയേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ ടീം തന്നെ ഒറിജിൻ പ്ലേയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ തീരുമാനം ഉടനെ വരുമെന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒറിജിൻ പ്ലെയർ എന്നല്ല, അതിനേക്കാളും അപ്പോൾ ഈ മുഹമ്മദ് തഹസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന ഒറിജിൻ പ്ലെയർ അല്ല, അതിന് ഉപരി നമ്മുടെ ഒരു ഇന്ത്യൻ ഇത് തന്നെയാണ്, പൗരൻ തന്നെയാണ്. സിമ്പിളായിട്ട് തന്നെ കോളപ്പ് ചെയ്യാമായിരുന്നു, ഇന്ത്യയിലേക്ക് കളിപ്പിക്കാൻ വിളിക്കാമായിരുന്നു. ഇനി നടക്കുമെന്നറിയില്ല. ഈ കുറച്ച് മത്സരങ്ങളൊക്കെ ഖത്തറിന് വേണ്ടി നാഷണൽ ടീമിൽ കളിക്കുകയാണെങ്കിൽ അവരുടെ തന്നെ സ്വന്തമായി മാറും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇതിനെക്കുറിച്ച് പിന്നെ കൂടുതലൊന്നും അറിയില്ല. ഇന്ത്യക്ക് വേണ്ടി ഇനി താരത്തിന് കളിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ട്രാൻസ്ഫർ ന്യൂസ് ഉണ്ട്. അപ്പോൾ സന്തോഷം നൽകുന്ന ന്യൂസൊന്നുമല്ല, ദുഃഖം നൽകുന്ന ന്യൂസല്ല. സംഭവം എന്ന് വെച്ചാൽ ഒരു ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയുടെ 19 വയസ്സുകാരനായ അഭിഷേക് സിംഗ്, റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്ന അഭിഷേക് സിംഗിന് ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിൽ നിന്നും ഈ ഓഫർ താരത്തിനുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് റൈറ്റ് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ. ബട്ട് ഈ ഓഫർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചാബ് FC. രണ്ട് ടീമിൻ്റെയും ഓഫർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ താരത്തെ റീറ്റെയിൻ ചെയ്യാനാണ് അവരുടെ തീരുമാനം. ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. ഇപ്പോൾ സന്ദീപ് സിംഗിനൊക്കെ 29 വയസ്സ്, അതുപോലെ തന്നെ പ്രവീർ ദാസാണ് റൈറ്റ് ബാക്കിലുള്ളത്. താരത്തിനും 30 വയസ്സോളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 12ഓളം മത്സരം പഞ്ചാബ് FCക്ക് വേണ്ടി കളിച്ചു, 2 അസിസ്റ്റ് അതിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സീസണിൻ്റെ തുടക്കത്തിലൊന്നും താരത്തിന് അങ്ങനെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പഞ്ചാബ് FCയുടെ റിസർവ് ടീമിലൂടെ തന്നെയാണ് താരം വളർന്നു എന്നുള്ളത്, പഞ്ചാബ് FCയിൽ അങ്ങനെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടൈമിലേക്കൊക്കെ പഞ്ചാബ് FC ആ മികച്ച ഫോമിലെത്തിയ ടൈമിൽ അവരുടെ മെയിൻ പ്ലെയർ ആയിരുന്നു, റൈറ്റ് ബാക്കിലെ മെയിൻ ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ കിട്ടുകയാണെങ്കിൽ, ഈ താരത്തിന് കിട്ടുകയാണെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു റൈറ്റ് ബാക്കിൽ ഒന്നുകൂടി നമുക്ക് ടീം സ്ട്രോങ് ആക്കാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഓഫർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സ്പോർട്സ് കീട റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഓഫർ കൂടി ഒന്നുകൂടി വെച്ചാൽ ഒരു പക്ഷേ സൈൻ ചെയ്യാൻ സാധിച്ചേക്കാം. നല്ല രീതിയിൽ ഒന്നുകൂടി ശ്രമിച്ചാലൊക്കെ പറയാൻ കഴിയില്ല. അപ്പോൾ ജസ്റ്റ് റിപ്പോർട്ട് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ അറിയിച്ചെന്നുള്ളൂ. വീഡിയോ അവസാനിക്കാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാത്തവരിക്കും.